ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവ കൊണ്ടൊരു സ്നാക്സ് ചെയ്തെടുക്കുന്നത് കണ്ടാലോ? അതിനായി ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റവ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. റവ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ റവയൊക്കെ ഒന്ന് വെന്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്കൊരു തുണി വെച്ച് അടച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് എണ്ണയൊഴിച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടികളൊക്കെ ഒന്ന് മൂത്ത ശേഷം നമുക്കതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ആഫ്രിക്കൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന റവ ഓരോരോ ചെറിയ ചെറിയ ബോൾസുകളാക്കി നമ്മൾ കുഴക്കട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴിച്ച് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ അത് റൗണ്ട് ഷേപ്പിൽ ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് അതും ലോ ഫ്ലെയിമിൽ ഇട്ട് ഇരുവശവും നന്നായിട്ടൊന്ന് മൊരിയിച്ച് നല്ല ബ്രൗൺ കളറാകുന്ന സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്